Hi everyone, third semester mathematics calculus of single variable 2ന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് continuity and differentiability of inverse functions എന്നുള്ളതാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ inverse functions എന്താണെന്നും അതിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളതും കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് continuityയും differentiabilityയും ഒന്ന് നോക്കാം. Because of the reflexive property of inverse functions, we might expect that f and f inverse have similar properties. More specifically, we have the following theorem. Continuity and differentiability of inverse functions. Let f be 1-to-1 so that it has an inverse, f inverse. First property, if f is continuous on its domain, then f inverse is continuous on its domain. Second one, if f is differentiable at c and f dash of c not equal to 0, then f is differentiable at f of c. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എഫും എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് മിറർ ഇമേജസ് ആണെന്നുള്ളത് കണ്ടു. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആ ഒരു ലൈനിന് വെച്ച് റിഫ്ലക്റ്റീവ് ഫിഗർ ആണ് എഫ് ഇൻവേഴ്സിൻ്റെത് എന്നുള്ളത് വരുന്നത്. ആ ഒരു കേസിൽ നമുക്ക് എഫിനും എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷനും ഒരേപോലെ ആയിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ആണ് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും. ഇവിടെ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതേപോലെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആയിരിക്കും കറസ്പോണ്ടിങ് ഡൊമൈൻസിൽ. അതേപോലെ എഫ് ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എ പോയിന്റ് സി എന്നുള്ളതാണ് നമുക്കറിയുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ എഫിന്റെ ഡെറിവേറ്റീവ് നോൺ സീറോ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, പ്രൂഫ് നോക്കാം. പ്രൂഫിൽ നമ്മൾ ചെയ്യുന്നത് എഫ് കണ്ടിന്യൂസ് ആണെന്നുള്ള കണ്ടീഷൻ എടുത്ത് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് മൊണോട്ടോണിക് ആണെന്ന് പ്രൂവ് ചെയ്ത് എഫ് ഇൻവേഴ്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ്, let f be a 1-to-1 function defined on the interval open interval ab, then f has an inverse f inverse with a range of f as its domain. നമ്മളിവിടെ എടുക്കുന്നത് എഫ് എന്ന് പറയുന്ന ഒരു 1-to-1 ഫംഗ്ഷൻ എന്നുള്ളതാണ്. 1-to-1 ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ഇവിടെ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അതിന് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നതായിരിക്കും എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, now let f be a continuous on its domain open interval ab. First we will prove that since f is 1-to-1 and continuous on open interval ab, it is monotonic, that is increasing or decreasing. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അതിന്റെ ഡൊമൈനിൽ എന്നുള്ളത് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എഫ് കണ്ടിന്യൂസും 1-to-1 ആയതുകൊണ്ട് അതൊരു മൊണോട്ടോണിക് ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മൊണോട്ടോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊണോട്ടോണിക് അല്ല എന്നുള്ള കേസ് എടുക്കുക. ദാറ്റ് ഈസ് നമ്മൾ കോൺട്രഡിക്ഷൻ എന്നുള്ളത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സപ്പോസ് ഓൺ ദ കോൺട്രറി ദാറ്റ് എഫ് ഈസ് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്, then there exist numbers x1, x2, x3 in open interval ab with x1 less than x2 less than x3 such that f of x2 does not lie between f of x1 and f of x3. നമുക്കറിയാം ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് എന്നുള്ള കണ്ടീഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f of x1 എന്ന് പറയുന്നത് ലെസ് ദാൻ f of x2 ആയിരിക്കും. ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f of x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ f of x2 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ് അല്ല എന്നെടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഡൊമൈനിലെ ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ 3 പോയിന്റ്സ് x1, x2, x3 എന്നുള്ളത് ചൂസ് ചെയ്യാണ് x1 ലെസ് ദാൻ x2 ലെസ് ദാൻ x3 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഇനീക്വാളിറ്റി, ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യില്ല എന്നുള്ളത്. ദാറ്റ് ഈസ് എഫ് ഓഫ് x1, എഫ് ഓഫ് x2, എഫ് ഓഫ് x3 എന്ന് പറയുന്നത് ഇതേ ഓർഡറിൽ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയിരിക്കില്ല എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് x2 എന്ന് പറയുന്നത് എഫ് ഓഫ് x1ന്റെ എഫ് ഓഫ് x3ന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അല്ല എന്നുള്ളതാണ് എടുത്തത് എന്നുള്ളത് കൊണ്ട്
f of x does not lie between f of x1 and f of x3 എന്നുള്ളത് വരും. അപ്പോൾ f of x1ൻ്റെ f of x3ൻ്റെ ഇടയിൽ f of x2 വരുന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് കേസസ് അവിടെ പോസിബിൾ ആണ്. f of x1ൻ്റെ f of x2ൻ്റെ ഇടയിലായിട്ട് f of x3 വരാം, അതല്ലെങ്കിൽ f of x2ൻ്റെ f of x3ൻ്റെ ഇടയിലായിട്ട് f of x1 വരാം. Okay, then there are two cases. First one, f of x3 lies between f of x1 and f of x2, or f of x1 lies between f of x2 and f of x3. In case 1, since f is continuous on open interval ab, a less than x1 less than x2 less than x3 less than b, and f of x3 lies between f of x1 and f of x2, by intermediate value theorem, there exists a point c satisfying x1 less than c less than x2 such that f of c equal to f of x3. അതായത് നമ്മളിപ്പോൾ കേസ് 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. അതേപോലെ നമുക്കിവിടെ x1 ലെസ് ദാൻ x2 ലെസ് ദാൻ x3 എന്നുള്ളതാണ് നമ്മൾ പോയിന്റ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എഫ് ഓഫ് x3 ലൈസ് ബിറ്റ്വീൻ എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2 എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത് എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ നമുക്ക് വേറൊരു പോയിന്റ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഓപ്പൺ ഇന്റർവൽ എ ബിനകത്തായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്റർമീഡിയറ്റ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ എഫ് ഓഫ് x1നും എഫ് ഓഫ് x2നും ഇടയിലാണ് എഫ് ഓഫ് x3 എന്ന് പറയുന്നത്. അപ്പോൾ ആ എഫ് ഓഫ് x3ക്ക് കറസ്പോണ്ടിങ് ഒരു പോയിന്റ് x1ൻ്റെയും x2ൻ്റെയും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് x3 ആയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് x1ൻ്റെയും x2ൻ്റെയും ഇടയിലായിട്ട് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് x3 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിവിടെ x3 എന്നുള്ള പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആണെന്നുള്ളതാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു 1-1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിൽ ഇമേജ് യുണീക്ക് ആയിരിക്കും. സോ ഈ ഒരു പോസിബിലിറ്റി ഒരിക്കലും നടക്കില്ല. എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് x3 ആവുന്ന ഒരു സി എന്ന് പറയുന്ന പോയിന്റ് x1ൻ്റെയും x2ൻ്റെയും ഇടയിൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സ്ട്രോങ്. ദാറ്റ് ഈസ് എഫ് ഈസ് ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ഓൺ ദ ഇന്റർവൽ ഓപ്പൺ ഇന്റർവൽ എ ബി. ഇതേപോലെ നമ്മൾ കേസ് ബി എന്നുള്ളത് എടുത്താൽ, അതായത് ഇഫ് എഫ് ഓഫ് x1 ലൈസ് ബിറ്റ്വീൻ എഫ് ഓഫ് x2 ആൻഡ് എഫ് ഓഫ് x3 എന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്കിവിടെ x2 ലെസ് ദാൻ x3 ആയതുകൊണ്ട് x2ൻ്റെയും x3ൻ്റെയും ഇടയിൽ ഒരു പോയിന്റ് നമുക്ക് സി എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് x1 ആയിട്ട് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. പക്ഷെ നമുക്കിവിടെ എഫ് 1-1 ആയതുകൊണ്ട് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. So we can say that f is increasing or decreasing, either increasing or decreasing on the interval open interval AB. That is, f is monotonic on open interval AB. Okay. Now, without loss of generality, let us assume that f is increasing on open interval. നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ 1-1 ആണെങ്കിൽ അത് മോണോട്ടോണിക് ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് കിട്ടിയത്. അത് മോണോട്ടോണിക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആവാം ഡിക്രീസിങ് ആവാം. നമ്മുടെ ഈ ഒരു പ്രൂഫിൽ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ള കൺസിഡർ ചെയ്യണം. നമുക്ക് ഈ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ളത് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഡിക്രീസിങ്ങിലും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കേസാണ് ഇവിടെ എടുക്കുന്നത്, എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, let us assume that f is an increasing function on open interval AB. Now let y not be any number in the domain of f inverse. Then by definition of the inverse function, there exists a number x naught in open interval AB such that f inverse y naught equal to x naught, or equivalently f of x naught equal to y naught. So നമ്മളിവിടെ y naught എന്ന് പറയുന്നത് f ഇൻവേഴ്സിന്റെ ഡൊമൈനിലെ ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം f ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് f of x ന്റെ അല്ലെങ്കിൽ f-ന്റെ റേഞ്ച് സെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ f-ന്റെ റേഞ്ച് സെറ്റിലെ ഒരു പോയിന്റ് എന്നുള്ളതാണ് നമ്മൾ y naught എന്നുള്ള ചൂസ് ചെയ്യുന്നത് വരുന്നത് കൊണ്ട് തന്നെ, അതേപോലെ എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? There exists a point
x naught in open interval AB such that f inverse of y naught equal to x naught, or equivalently f of x naught equal to y naught. Okay. Now we want to show that f inverse is continuous at y naught. അപ്പോൾ ഇവിടെ f എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദ ഡൊമെയിൻ ഓപ്പൺ ഇന്റർവൽ എ ബി എന്നുള്ളതാണ്. അപ്പോൾ എ ബിയിൽ ഏത് പോയിന്റിലും നമുക്ക് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ് നോട്ട് എന്നുള്ളതും പറയും. ഓക്കെ. Choose any epsilon greater than 0 sufficiently small so that the interval x naught minus epsilon, x naught plus epsilon is contained in open interval AB. Since f is increasing, we see that the interval I equal to open interval x naught minus epsilon, x naught plus epsilon is mapped onto the interval j equal to the interval f of x naught minus epsilon, f of x naught plus epsilon. ഇപ്പോൾ ഇവിടെ നമ്മളൊരു എപ്സിലോൺ എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് ആ എപ്സിലോൺ നെയ്ബർഹുഡ്, അതായത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നതാണ് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ, എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പൺ ഇന്റർവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്പൺ ഇന്റർവെലിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നത്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ ഇന്റർവെലിലേക്കായിരിക്കും. കാരണം ഇവിടെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എഫ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്റർവെല്ലിൽ എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ, എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്നുള്ള ലീസ്റ്റ് വാല്യൂ മാപ്പ് ചെയ്യുന്നത് കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ എന്നുള്ള ഒരു പോയിന്റിലേക്കായിരിക്കും. അതേപോലെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോണിലേക്കായിരിക്കും എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് മാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലുള്ള പോയിന്റ്സ് എല്ലാം നമുക്ക് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും വരിക, കാരണം ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഐ എന്ന് പറയുന്ന ഇന്റർവെലിന് എഫ് എന്ന് പറയുന്നത് മാപ്പ് ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന ഇന്റർവെലിലേക്കാണെന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഓഫ് ഐ ഈക്വൽ ടു ജെ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ. Then the function f inverse maps j onto I. Now let delta denote the smaller of the numbers, delta 1 equal to y naught minus f of x naught minus epsilon, and delta 2 equal to f of x naught plus epsilon minus y naught. Then the interval y naught minus delta, y naught plus delta is contained in j, and so is mapped into interval I by f inverse. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻക്രീസിങ് ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ y നോട്ട് എന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നത് ഡൊമെയിനിലെ അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സിന്റെ ഡൊമെയിനിലെ ഒരു പോയിന്റ് ആയിട്ടാണ് y നോട്ട് എന്നുള്ളത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് നോട്ട് മൈനസ് ആപ്സിലോൺ, എക്സ് നോട്ട് പ്ലസ് ആപ്സിലോൺ എന്നുള്ള ഒരു ഇന്റർവെല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇന്റർവെലിന് കറസ്പോണ്ടിങ് ഇമേജ് ആയിട്ട് വരുന്ന ഇന്റർവെൽ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ആപ്സിലോൺ, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ആപ്സിലോൺ എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നമ്മൾ നെക്സ്റ്റ് ചൂസ് ചെയ്യുന്നത് വൈ നോട്ടിന്റെ ഒരു നെയ്ബർഹുഡ്, വൈ നോട്ടിന്റെ നെയ്ബർഹുഡ് ചൂസ് ചെയ്യുന്നത് ഈ വൈ നോട്ടും എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ആപ്സിലോൺ എന്നുള്ള ഡിസ്റ്റൻസും, അതേപോലെ വൈ നോട്ടും എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്നുള്ള ഡിസ്റ്റൻസ്, ഇതിൽ മിനിമം ആയിട്ട് നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ ഇപ്പോൾ ഈ ഒരു ഫിഗർ അനുസരിച്ച് നമുക്കിവിടെ വൈ നോട്ടും എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്നുള്ളതാണ് മിനിമം ആയിട്ട് വരുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡെൽറ്റ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ വൈ നോട്ട് മൈനസ് ഡെൽറ്റ, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇന്റർവെൽ, അതായത് വൈ നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡ് നമുക്ക് അവിടെ കിട്ടും. ആ ഒരു നെയ്ബർഹുഡിനെ കറസ്പോണ്ടിങ് ഇമേജ് എന്ന് പറയുന്നത്, എഫ് ഇൻവേഴ്സിന്റെ ഇമേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എന്നുള്ള ഒരു പോയിന്റ് ആണ് വരുന്നതെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടുന്നത് ഈ ഒരു എക്സ് നോട്ട് പ്ലസ് എപ്സിലോണിനേക്കാളും താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. അതേപോലെ വൈ നോട്ട് മൈനസ് ഡെൽറ്റ എന്നുള്ളത് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ എന്നുള്ള പോയിന്റോ അല്ലെങ്കിൽ അതിനുള്ളിൽ വരുന്ന ഒരു പോയിന്റോ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ. ആ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും ഈ വൈ നോട്ട് മൈനസ് ഡെൽറ്റ, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെൽ എന്നുള്ളത്
എക്സ് നോട്ട് മൈനസ് ആപ്സിലോൺ എക്സ് നോട്ട് പ്ലസ് ആപ്സിലോൺ എന്നുള്ള ഇന്റർവെലിന് അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ബൈ എഫ് ഇൻവേഴ്സ്. ഓക്കെ, thus we have found a delta greater than 0 such that 0 less than modulus of y minus y naught less than delta implies modulus of f inverse of y minus f inverse of y naught is less than epsilon. അപ്പോൾ നമ്മളിവിടെ y നോട്ടിന്റെ നെയ്ബർഹുഡിനെ മാപ്പ് ചെയ്യുന്നത് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇന്റർവെലിന് അകത്ത് എന്ന് പറയുമ്പോൾ അതിലെ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായാലും ഇപ്പോൾ എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഈ ഒരു ഇന്റർവെലിന് അകത്ത് വരുന്ന അല്ലെങ്കിൽ ഇന്റർവെൽ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന ഏത് രണ്ട് വാല്യൂസ് ചൂസ് ചെയ്താലും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായാലും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ y മൈനസ് വൈ നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മോഡുലസ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് y മൈനസ് മോഡുലസ് എഫ് ഇൻവേഴ്സ് ഓഫ് y നോട്ട് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനല്ലേ നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെൻ അവർ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്നുള്ളതാണ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. Therefore, f inverse is continuous at y naught. Since y naught is an arbitrary number in the domain of f inverse, it follows that f inverse is continuous in its domain. അപ്പോൾ നമ്മൾ y naught എന്നുള്ള ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്തത്. y naught എന്ന് പറയുന്നത് ആർബിട്രറി പോയത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡൊമൈനിൽ ഏത് പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തിരിക്കുന്നത് എഫ് കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് if f is differentiable at x naught and f dash of x not equal to 0, then f inverse is also differentiable. അപ്പോൾ നമ്മളിവിടെ എഫ് ഡിഫറൻഷ്യബിൾ ആണ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നോൺ സീറോ ആണെന്നുള്ള അസംപ്ഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ for the sake of convenience let us denote the inverse of f by g, that is f inverse equal to g. Let f of x naught equal to y naught so that g of y naught equal to f inverse of y naught which is equal to x naught. Let delta x and delta y be the relative increments in x naught and y naught. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഇൻവേഴ്സ് എന്നുള്ള ആ ഒരു നൊട്ടേഷൻ ഒന്ന് കുറച്ച് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എഫിൻ്റെ ഇൻവേഴ്സ് ജി ആണെന്ന് എടുക്കാം. അതേപോലെ നമ്മളിവിടെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിട്ട് എക്സ് നോട്ട് എന്നുള്ളതാണ് എടുത്തത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് വൈ നോട്ട് എന്നുള്ളത് എടുക്കുക. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട്. സോ ദാറ്റ് ജി ഓഫ് വൈ നോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് നോട്ട് എന്നുള്ളതായിരിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞെടുക്കുന്നത് എക്സ് നോട്ടിലും വൈ നോട്ടിലുമുള്ള ഇൻക്രിമെൻ്റ് ആണ്. അതായത് എക്സ് നോട്ട് ചെറിയൊരു ചേഞ്ച് വരുന്നതെന്നുള്ളത് ഡെൽറ്റ എക്സും വൈ നോട്ടിൽ ചെറിയ ചേഞ്ച് വരുന്നത് ഡെൽറ്റ വൈയും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. അതായത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് ചെറിയൊരു ഇൻക്രിമെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്ന് പറയുന്നത് വൈ നോട്ടിലുള്ള ചെറിയൊരു ഇൻക്രിമെന്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് എഴുതാം. സോ ജി ഓഫ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ഉണ്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈൻ്റെ ഇൻവേഴ്സ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ളതായിരിക്കും. ദാറ്റ് ഈസ് ജി ഓഫ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്കറിയാം നമുക്ക് എഫ് ഇൻവേഴ്സ് എന്നുള്ളത് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ജി. അപ്പോൾ അവിടെ ജി ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0
g of y naught plus delta y minus g of y naught divided by delta y. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്കറിയാം g of y naught plus delta y എന്ന് പറയുന്നത് എന്താണ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ളതാണ്. g of y naught എന്ന് പറയുന്നത് എക്സ് നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്നുള്ളത് എഴുതാം. ഇവിടെ എക്സ് നോട്ടും മൈനസ് എക്സ് നോട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ എന്നുള്ളതാണ്. അത് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ എന്നുള്ളത് വരും. അപ്പോൾ അതെന്താണ് ശരിക്കും നമുക്ക് വരുന്നത്? Since f is differentiable at x naught, limit delta x tends to 0, delta y limit delta x tends to 0, delta y by delta x exists, and limit delta x tends to 0, delta y by delta x equal to f dash of x naught, which is not equal to 0. അപ്പോൾ ഇവിടെ നമുക്കറിയാം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളതിലെ ലിമിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളത്. അപ്പോൾ അത് നോൺ സീറോ ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്നുള്ളതിന് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈന് അതിൻ്റെ റെസിപ്രോക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് 1 ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളതിനെ ലിമിറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ 1 ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളത് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു വാല്യൂ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് ചൂസ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് അറിയാൻ പറ്റുന്നത് ആസ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വൈയിൽ വരുന്ന ഒരു ഇൻക്രിമെന്റ് എന്നുള്ളതാണ്. അപ്പോൾ വൈയിൽ ഇൻക്രിമെന്റ് വരിക എന്ന് പറയുന്നത് എക്സിൽ വരുന്ന ഇൻക്രിമെന്റിനനുസരിച്ചാണ് നമ്മൾ വൈ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് പറയുമ്പം അതായത് വൈയിൽ ഒരു ഇൻക്രിമെന്റും വരുന്നില്ല എന്നുള്ളത്, സീറോയിലേക്ക് പോവാന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്തായിരിക്കും ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതും സീറോയിലേക്കായിരിക്കും പോവുക. ദെൻ limit delta x tends to 0 delta y by delta x equal to f dash of x naught, which is not equal to 0 implies limit delta y tends to 0 1 by delta y by delta x. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 1 by limit delta x tends to 0 delta y by delta x എന്നുള്ളത് എഴുതാം. ഇവിടെ ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആകുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സീറോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ലിമിറ്റിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ലിമിറ്റ് എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ 1 ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ജി ഓഫ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ജി ഓഫ് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്ന് പറയുന്നതാണ് 1 ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ജി ഡാഷ് ഓഫ് വൈ നോട്ട് എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നോൺ സീറോ ആയതുകൊണ്ട് 1 ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ജി ഓഫ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ജി ഓഫ് വൈ നോട്ട് ബൈ ഡെൽറ്റ വൈ എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കിട്ടിയത്. ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജി ഡാഷ് ഓഫ് വൈ നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ജി ഡാഷ് ഓഫ് വൈ നോട്ട് ഈക്വൽ ടു 1 ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് കിട്ടും. എക്സ് നോട്ട് എന്ന് പറയുന്നത് ജി ഓഫ് വൈ നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ 1 ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് വൈ നോട്ട് എന്ന് പറയുന്നതാണ് ജി ഡാഷ് ഓഫ് വൈ നോട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിട്ട് എക്സ് നോട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നോൺ സീറോ ആണെങ്കിൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അതായത് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതായിരിക്കും പറഞ്ഞത്. ഓക്കെ, ഇന്ന് ജനറലൈസ് ചെയ്ത് ഈ ഒരു റിസൾട്ടിന് ഈ ഒരു തിയറത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു തിയറം. തിയറം 3, the derivative of an inverse function. Let f be a differentiable on its domain
and have an inverse function g equal to f inverse, then the derivative of g is given by g dash of x equal to 1 by f dash of g of x, provided that f dash of g of x not equal to 0. അപ്പോൾ നേരത്തെ തിയറത്തിൽ നമ്മളവിടെ ഒരു സിംഗിൾ പോയിന്റിലായിരുന്നു ജി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഓൺ ഇറ്റ് ഡൊമൈൻ ആണെങ്കിൽ, എഫ് ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും, എക്സെപ്റ്റ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് equal to 0. That is, the different derivative is given by g dash of x equal to 1 by f dash of g of x. Okay. So, this just നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ്. By theorem 2, g is differentiable. Next, using the definition of the inverse function, we have x equal to f of g of x. So, ഇവിടെ നമുക്കറിയാം g എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എഫിന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിറ്റി ആയിരിക്കും. നമുക്ക് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളത് എഴുതാൻ പറ്റും. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നുള്ളതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളത് വരും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് വരും. ഓക്കെ, ജസ്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ് വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ 1 ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോട്ട്, if we write fy equal to f inverse of x, that is equal to g of x, then x equal to f of y, and we can write equation 2 in the form dy by dx equal to 1 by dx by dy. നമ്മൾ നേരത്തെ ഇക്വേഷൻ 2 പറഞ്ഞിരിക്കുന്നത് g dash of x equal to 1 by f dash of g of x എന്നുള്ളതാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഫോമിലും റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ dy by dx equal to 1 by dx by dy എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ y എന്ന് പറയുന്നത് f inverse of x equal to g of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് f of y യും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ലെറ്റ് f of x equal to x square for x in closed interval 0 infinity. Show that the point ordered pair 2, 4 lies on the graph of f. Second one, find g dash of 4 where g is the inverse of f. അപ്പോൾ ഇവിടെ നമ്മൾ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് f of x equal to x square എന്ന് പറയുന്ന ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ് ഓർഡേർഡ് പെയർ 2, 4 എന്നുള്ളത് കാണിക്കാനാണ്. സെക്കൻഡിൽ നമ്മൾ g dash of 4 എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇവിടെ g എന്ന് പറയുന്നത് f ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, സൊല്യൂഷൻ. സിൻസ് f of 2 equal to 4, we conclude that the point 2, 4 does lie on the graph of f. അതായത് f of x equal to x square എന്ന് പറയുന്ന ഗ്രാഫിൽ നമുക്കൊരു പോയിന്റ് ഓർഡേർഡ് പെയർ ഉണ്ടാവണമെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ x y കോർഡിനേറ്റ്സ് ആണ് ഇത് വരുന്നത്. അപ്പോൾ x കമ്പോണന്റും y കമ്പോണന്റും എന്ന് പറയുമ്പോൾ f of x എന്ന് പറയുന്നതാണ് നമ്മുടെ y വരുന്നത്, x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ളതാണ്. ഇവിടെ y എന്ന് പറയുന്നത് 4 ആവണമെങ്കിൽ x ന്റെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ മൈനസ് 2 ആവാം. ഇവിടെ 0 ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 2 എന്നുള്ള വാല്യൂ ആ ഒരു ഇന്റർവെല്ലിൽ വരുന്നുണ്ട്. അപ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു 4 ആയതുകൊണ്ട് എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 4ഉം ആയിട്ടുള്ള പോയിന്റ് എന്നുള്ളത് ആ ഒരു
ഗ്രാഫിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ജി ഡാഷ് ഓഫ് 4 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2 പറഞ്ഞു ലാസ്റ്റ് തിയറത്തിൽ, ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1/f ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് 4 എന്ന് പറയുന്നത് 1/f ഡാഷ് ഓഫ് ജി ഓഫ് 4 എന്നുള്ളതാണ്. അപ്പോൾ 1/f ഡാഷ് ഓഫ് ജി ഓഫ് 4 എന്ന് പറയുന്നത് എന്താണ്, that is f inverse of 4 എന്നുള്ളതാണ്. ഇവിടെ f of 2 equal to 4 ആയതുകൊണ്ട് f inverse of 4 എന്ന് പറയുന്നത് 2 എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തു. ഓക്കെ, f of 2 4 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ f inverse of 4 എന്ന് പറയുന്നതാണ് 2, that is g of 4 എന്ന് പറയുന്നതാണ് 2. ഇവിടെ g of 4 2 ആകുമ്പോൾ നമുക്ക് ഇതെന്തായിട്ട് മാറും, 1/f dash of 2 എന്നുള്ളത് വരും, which is equal to 1/f dash. f dash എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 1/2x at x equal to 2 എന്നുള്ളത് വരും. at x equal to 2 ആകുമ്പോൾ 1/2 into x-ന് 2 കൊടുക്കുക. അപ്പോൾ 2 into 2 that is 4. that is g dash of 4 equal to 1/4 എന്നുള്ളത് വരും. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാതെ തന്നെ ഇൻവേഴ്സ് ഏതാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നില്ല, പക്ഷെ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ അറ്റ് എ പോയിന്റ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം നിങ്ങൾ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2x. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ g ഓഫ് എഫ് അറ്റ് 0 ആൻഡ് 4. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണമെന്നില്ല, ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ജി ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത്. അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല അനുസരിച്ച് 1/f ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. 1/f ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് അറ്റ് 0 അറ്റ് 4 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.